ഹലോ, ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡെലിവറി റിലേറ്റഡ് വീഡിയോ ആണ്. ഡിസംബർ 2022 അന്നെടുത്തതാണ് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ഓൺ വോയിസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. ഡിസംബർ 13 ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു, ട്യൂസ്ഡേ. പക്ഷേ സൺഡേ നൈറ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് ചെറിയ പെയിനൊക്കെ സ്റ്റാർട്ടായി. അപ്പോഴത്തേക്ക് ചേട്ടൻ്റെ വീട് തൃശ്ശൂർ, എൻ്റെ വീട് മാവേലിക്കര, ആലപ്പുഴ. അപ്പം നൈറ്റ് ആയപ്പോഴത്തേക്ക് അവരെല്ലാവരും, അച്ഛനും അമ്മയും സിസ്റ്ററും ചേട്ടനും പെട്ടെന്ന് ഓടിയെത്തി. വെളുപ്പിന് 1:30 ആയപ്പം. ഇപ്പം നിങ്ങൾ വിചാരിക്കും, കെട്ടിയോണ്ടെന്തിന് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്, ടെൻഷൻ അടിച്ച് വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. സൺഡേ മോർണിംഗ് പാവം ദുബൈയിൽ എത്തിയിട്ടേ ഉള്ളൂ. എന്നിട്ട് നൈറ്റ് ഞാൻ പിറ്റേ ദിവസം രാവിലെ മൺഡേ വന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ സൺഡേ നൈറ്റ് എനിക്ക് പെയിൻ ആയെന്ന് അറിഞ്ഞപ്പോഴേ ആൾ പെട്ടെന്ന് തൃശ്ശൂരിൽ നിന്ന് വണ്ടി എടുത്ത് വന്നിട്ട് പാവം കിടന്ന് ഉറങ്ങുക കേട്ടോ. ആൾ ഭയങ്കര സപ്പോർട്ടീവാണ്. എനിക്ക് ഒരു 10:30 ഒക്കെ ആകുമ്പം മൺഡേ നൈറ്റ് 10:30 ലേബർ റൂമിൽ ചെല്ലാൻ പോകണം. അപ്പോഴത്തേക്ക് ഞാൻ കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ എനിക്ക് തന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പാട്ടൊക്കെ പാടി ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ലക്കിയാണ് ഈ ഒരു ഫാമിലി എനിക്ക് കിട്ടിയതിന് കേട്ടോ. എല്ലാവരും, ചേട്ടൻ്റെ അച്ഛൻ, അമ്മ, സിസ്റ്റർ, എൻ്റെ പേരൻസ് എല്ലാവരും ആ റൂമിലുണ്ട്. ഞങ്ങൾ ടി വിയിൽ മ്യൂസിക് മോച്ചൊക്കെ കണ്ട് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ കുഞ്ഞാവ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന് പാടുമായിരുന്നു. അത് കഴിഞ്ഞൊരു 10:30 ഒക്കെ ആയപ്പം എന്നോട് ലേബർ റൂമിൽ ചെല്ലാൻ പറഞ്ഞു. മരുന്ന് ഇൻഡ്യൂസ് ചെയ്യണം നമുക്ക് പെയിനുള്ള. അങ്ങനെ തന്നെ ലേബർ റൂമിലാക്കി. പക്ഷേ ഏറ്റവും ഒരു ലക്കി ഫാക്ട് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലേബർ റൂമിൽ. ഇവനൊരു എമർജൻസിയോ അല്ലെങ്കിൽ അന്ന് ഡേറ്റ് ഉണ്ടായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല, എമർജൻസിയും വന്നില്ല. സോ എല്ലാ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. മോർണിംഗ് 10:20 ആയപ്പോഴത്തേക്ക് ഡെലിവറി കഴിഞ്ഞു. നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പം. കുഞ്ഞാവെ കാണാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് എല്ലാവരും. ദുനിയാവിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച ഇതാണ് എന്ന് പറയാറില്ലേ, എൻ്റെ കുഞ്ഞാവെ, എൻ്റെ പേരൻസും എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും കാണുന്ന വീഡിയോ. സമയം 10:20. വെയിറ്റ് ഒക്കെ ഞങ്ങളിപ്പോൾ NIC ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അമ്മച്ചിനെ കണ്ട അത് പിന്നെ പറയും. പിന്നെ ഡെലിവറി കഴിഞ്ഞ് ഒരു 4 hours കഴിഞ്ഞപ്പം എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. ട്രിപ്പൊക്കെ ഇട്ടു, പിന്നെ ബ്ലീഡിംഗ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് എന്നെ റൂമിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് കുഞ്ഞാവെ റൂമിൽ കൊണ്ടുവന്നത്. ആ സമയത്ത് ചേട്ടൻ അവിടെ ഇല്ല. ചേട്ടനാണെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയിക്കുവാണ് കോഫി മേടിക്കാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കും. ഞാൻ റൂമിൽ വന്നിട്ട് ചേട്ടനെ കണ്ടില്ല. അപ്പോൾ അതാ ഞാൻ വന്നു എന്ന് അറിഞ്ഞപ്പോൾ കോഫിയൊക്കെ അവിടെ വെച്ചിട്ട് ഓടി വന്ന ആൾ കേട്ടോ. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് സെയിം ഇയർ തന്നെ 3rd month ഞങ്ങൾ പ്രഗ്നൻ്റായി. ഡിസംബറിൽ കുഞ്ഞാവുന്നു. ജാനുവരി കല്യാണം, ഡിസംബറിൽ ഡെലിവറി. സോ ഞാൻ 7 month നാട്ടിൽ വന്ന് ദുബൈയിലായിരുന്നു. അപ്പോൾ ശരിക്കും ഞങ്ങളുടെ ഒരു പ്രഷ്യസ് മൊമെൻറ്റ്സൊക്കെ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഇനി പോന്നു കഴിഞ്ഞപ്പോൾ. സോ എനിക്കെപ്പോഴും എൻ്റെ ലൈഫിൽ ഏറ്റവും ബ്ലെസ്ഡാണ് എൻ്റെ സൽച്ചേട്ടൻ. ഐ ലവ് യു. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞാവെ കൊണ്ടുവന്നു കേട്ടോ. അമ്മയെ പോയി എടുത്തിട്ട് വന്ന് ഇതേ പുള്ളിക്കാരി പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ടർക്കിക്ക് വായിൽ വെക്കുന്നുണ്ട്. അച്ചടാ. പക്ഷേ ഈ വീഡിയോസൊക്കെ ഇപ്പോഴും എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തരുന്ന. അപ്പോൾ അമ്മ കൊണ്ടുവന്ന് കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ എന്താ പറയുക, നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫ് ചേഞ്ച് ആവുന്നത്. അത്രയും നാൾ ഓടിക്കളിച്ച് നടന്ന ഞാനാണ് ഇപ്പോൾ ഒരു അമ്മയായെന്നൊക്കെ ഉള്ളൊരു വിശ്വാസം. പിന്നെ അച്ഛൻ അപ്പം തൊട്ട് കുഞ്ഞിന് ഷവർമ മേടിക്കണം, കുഞ്ഞിന് ചോക്ലേറ്റ് മേടിക്കണം, കുഞ്ഞിന് ഐസ്ക്രീം മേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇത് ഈ ഒരു മൊമെൻറ്റ് എനിക്ക് നേരിട്ട് കാണാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കുഞ്ഞിരിക്കുന്ന ആ ഒരു വീഡിയോ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചേട്ടനാണെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ പറയുമായിരുന്നു, ആദ്യം ഗേൾ മതി, ബേബി ഗേൾ, എനിക്ക് ബേബി ഗേൾ എന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു. ശരിക്കും അച്ഛന്മാരുടെ ഉള്ളിലാണല്ലോ പെൺമക്കൾ ആദ്യം ഉണ്ടാകുന്നത്, അല്ലെ മക്കൾ ആദ്യം ഉണ്ടാകുന്നതെന്ന് പറയുമല്ലോ. അങ്ങനെ തന്നെ. പിന്നെ നൈറ്റ് കുഞ്ഞാവ് ഇങ്ങനെ ഒന്ന് കിടക്കുക. അപ്പുറത്തെ റൂമിൽ കുഞ്ഞാവ് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആരാ കരയുന്നേ, അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ മോളുടെ പേര് ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 6th month അനോമലി സ്കാനിങ്ങിൽ തന്നെ ബേബി ഗേൾ ആണ് ദുബൈയിൽ നമുക്ക് ജെൻഡർ റിവീൽ ചെയ്യും. സോ ഓൾറെഡി ഞങ്ങൾ പേര് ലക്ഷ്യ സലിൽ നിന്ന് ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്യൂസ്ഡേ എൻ്റെ ഡെലിവറി കഴിഞ്ഞു. തേഴ്സ്ഡേ ഈവനിങ് എനിക്ക് ഡിസ്ചാർജായി.
ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ.